മലമുകളിൽ കയറി തീരാറായി. വയ്യ, ഒട്ടും വയ്യ. ഇനിതാ ഇത്രയും കയറാൻ കിടക്കുന്നു. പക്ഷേ ടോപ്പ് വരെ കയറി തീർത്തിരിക്കും. ഹലോ, നമസ്കാരം. സ്പേസ് ബാർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയനാടുള്ള ഏറ്റവും വലിയ മൂന്നാമത്തെ കൊടുമുടിയായ ബ്രഹ്മഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മളൊരു ട്രക്കിങ് പോയായിരുന്നു. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ആയിരുന്നു. ഇത് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ 8 മണിക്കാണ്. ഫസ്റ്റത്തെ 3 കിലോമീറ്റർ കാട്ടിൻ്റെ നടുക്കൂടെയുള്ളൊരു യാത്ര. പൂർണ്ണമായും കാട് എന്ന് തന്നെ പറയാവുന്നൊരു സ്ഥലമാണ്. കുറേയധികം വെള്ളച്ചാട്ടങ്ങളും അടുത്തുള്ള തിരുനെല്ലി എന്ന് പറയുന്നൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലേക്ക് വെള്ളം പൂർണ്ണമായും കല്ലുകൊണ്ട് കൊത്തി വെള്ളമൊഴുക്കി ചാല് കീറി കൊണ്ടുപോയിക്കൊണ്ടുവന്ന പാതയാണ്. ഈ കാണുന്നതാണ് പാത. തിരുനെല്ലി എന്ന് പറയുന്ന ആ അമ്പലത്തിലേക്ക് കാട്ടിനകത്തു നിന്നും വെള്ളം പോകാൻ വേണ്ടി അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിരുന്ന കല്ല് വെച്ചുള്ളൊരു പാത. ആദ്യത്തെ 3 കിലോമീറ്റർ വരുന്നത് പൂർണ്ണമായും ഒരു കാടും തണലും വളരെ സുന്ദരമായ ഒരു കാട്ടിലൂടെയുള്ള യാത്ര. ആനയും കാട്ടുപോത്തും പല വിധത്തിലുള്ള അനിമൽസും എല്ലാം കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ യാത്ര നമ്മൾ തിരിച്ചത്. ഈ യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി പറയേണ്ടത് സദേൺ ട്രക്കേഴ്സ് എന്ന് പറയുന്നൊരു ട്രക്കിംഗ് ഗ്രൂപ്പിൻ്റെ അടുത്താണ്. യാദൃച്ഛികമായിട്ട് ഇൻസ്റ്റയിലൊരു പേജ് നമ്മൾ കണ്ടെത്തി അങ്ങനെ കണ്ടുമുട്ടിയ കൂടെയുള്ള സ്ട്രേഞ്ചേഴ്സായ 48 പേരുമായിട്ടാണ് ഈ ഒരു ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. കൂട്ടത്തിൽ തന്നെ ഉള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്തതും ആ ട്രക്കിംഗ് ഗ്രൂപ്പ് നടത്തിക്കൊണ്ടുവരുന്ന സൂരജ് എന്ന് പറയുന്നൊരു ചേട്ടൻ, ആ ചേട്ടന് കുറേ അധികം ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള നല്ല രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ തന്നെ ഒരു ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ചേട്ടനാണ്. പിന്നെ എടുത്തു പറയേണ്ട ആളാണ് ഇതായി കാണുന്നത് ജംഷിയാണ് ആ ട്രിപ്പ് ഫുള്ളായിട്ട് ഓണാക്കി കൊണ്ടുപോയത്. അതിന് എല്ലാ ക്രെഡിറ്റും ജംഷി. കാട്ടിനകത്തോടെയുള്ള ആദ്യത്തെ 3 കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ ആദ്യത്തെ വ്യൂ പോയിന്റ് വരുന്നത്. ഈ വ്യൂ പോയിന്റ് ഈ കാണുന്ന ടവറിൻ്റെ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ ഇതുവരെയുള്ള ടറൈൻ എന്ന് പറയുന്നത് സ്മൂത്തും വലിയ റഫ് അല്ലാത്തതുമായിട്ടുള്ള ടറൈനാണ്. ആദ്യത്തെ 3 കിലോമീറ്റർ പോയ ദൂരമേ അറിയില്ല. വളരെ എൻജോയ് ചെയ്തു. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ കാണുന്നത് തിരുനെല്ലി അമ്പലവും ഇനി അങ്ങോട്ടുള്ള ഒരു 3 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ടഫാണ്. ഇതുവരെ വന്നിട്ട് കയറാൻ പറ്റാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആ ഒരു റെസ്റ്റ് ഹൗസ് അവിടെ നമുക്ക് കയറി വേണമെങ്കിൽ റെസ്റ്റ് ചെയ്ത് അവിടെ ഇരിക്കാം. നമ്മളെന്തായാലും മുകളിലോട്ട് കയറാൻ തന്നെ തീരുമാനിച്ചു. ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഈ വഴി നേരെ പോകുന്നത് മുമ്പ് നടന്നുകൊണ്ടിരുന്ന പക്ഷിപാതം എന്ന് പറയുന്ന ട്രക്കിംഗ് സ്പോട്ടിലാണ്. ഇന്ന് മാവോയിസ്റ്റിൻ്റെ ഭീഷണിയുള്ളത് കൊണ്ട് അവിടെ ട്രക്കിംഗ് ഇപ്പോൾ നടക്കുന്നില്ല. ബ്രഹ്മാവ് അതുള്ള കൊണ്ടാണ് ബ്രഹ്മഗിരി. അത് മാത്രമല്ല, ബ്രഹ്മാവ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഈ തിരുനെല്ലി അമ്പലം ബ്രഹ്മാവിന്റെ അമ്പലമാണ്. അങ്ങനെയാണ് ഈ ബ്രഹ്മഗിരിയായി മാറിയത്. അപ്പൊ ഈ ബ്രഹ്മാവും ഈ ബ്രഹ്മഗിരി തമ്മിലുള്ള ബന്ധമാണ്. ബ്രഹ്മാവുമായിട്ട് എന്തോ ബന്ധമുള്ളത് കൊണ്ടാണ് ബ്രഹ്മഗിരി എന്നുള്ള പേര് കേട്ടതെന്നും പല പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന ഗൈഡാണ് നമുക്ക് തിരുത്തി തന്നത്. അങ്ങനെയൊന്നും അല്ല. ശരിക്കും ബ്രഹ്മഗിരി എന്നുള്ളതിൻ്റെ പേരെങ്ങനെ വന്നെന്ന് അവിടെ ഉള്ളവർക്കും കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല. പിന്നെ പലരും പറയുന്നത് നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല എന്താണ് സത്യമെന്ന്. ഈ കാണുന്ന കുന്നുണ്ടല്ലോ, ഈ കുന്ന് ഇനിയിപ്പോൾ നമ്മൾ കയറാനുള്ള ഏകദേശം ഒരു 3 കിലോമീറ്റർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ടറൈനാണ്. കുത്ത് കയറ്റവും. ഈ ഒരു 3 കിലോമീറ്റർ കയറാൻ നല്ല പാട് തന്നെയാണ്. തൊട്ടടുത്ത് കർണാടക കേരള ബോർഡർ പങ്കിടുന്ന വയനാട്ടിൽ ഈ ഒരു ടറൈനാണ് നമുക്കിനി കയറാനുള്ളത്. ഈ കാണുന്ന വ്യൂ ഇല്ലേ, ഈ വ്യൂ കണ്ട് ഇവിടുന്ന് നേരെ കാണുന്ന ആ മലയിലോട്ടാണ് നമുക്ക് നടന്ന് കയറേണ്ടത്.
ഇതിൻ്റെ ടോപ്പ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് പിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരം. ഇതാണ് ഞാനും മാഡിയും കൂടെയാണ് ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ റൈഡ് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ നടന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ നടന്ന് 3 കിലോമീറ്റർ നടന്ന് വാച്ച് ടവറും കഴിഞ്ഞ് ഇതാ 1-ാം മലയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതാ അവിടെ 2-ാം മല ഉണ്ട്, 3-ാം മല ഉണ്ട്. ഇതാണ് ബ്രഹ്മഗിരിയിലെ മലകൾ. അപ്പോൾ ഇനിയും ഒരു 3-3.5 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് കയറാനുണ്ട്. അപ്പം അവിടെ ഈ വരുന്ന പുള്ളിക്കാരിയൊക്കെ ഉണ്ടോ, ഈ പുള്ളിക്കാരി ഒന്ന് നോക്കി വെച്ചോളെ. ഇനിയുള്ള നമ്മളെ വീഡിയോസിൽ ആളെ കാണാൻ സാധിക്കും. ഈ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന 2-ാം മലയാണ്. മൊത്തം ഇവിടെ 4 മലകളുണ്ട്. 1-ാം മല, 2-ാം മല, 3-ാം മല, 4-ാം മല. ആ 4-ാമത്തെ മലയുടെ മുകളിലാണ് ബ്രഹ്മഗിരിയുടെ ഏറ്റവും പീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെയാണ് നല്ല വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഹാർഡ് എന്ന് വെച്ചാൽ കുറച്ചധികം ഹാർഡ് തന്നെയാണ് ഇതിൽ കയറാനായിട്ട്. അട്ടപ്പിളവി എന്ന് തന്നെ പറയാം. അറ്റ് ദി എൻഡ് നമ്മൾ ബ്രഹ്മഗിരിയുടെ ടോപ്പിലെത്തിയിരിക്കുക. ഈ കാണുന്ന ഈ വഴി ഇത്രയും കയറിയാണ് നമ്മൾ ഈ ടോപ്പിൽ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നെക്കൊണ്ട് ആ കാണുന്ന അവിടെ നിന്നാണ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് കാട്ടിൻ്റെ അകത്തൂടെ കയറി ഇവിടെ ആയിട്ട് ആദ്യത്തെ വാച്ച് ടവർ വരുന്നത്. അവിടെ നിന്നാൽ പിന്നെ ഈ 3 കിലോമീറ്റർ നമ്മൾ ഇതാണ് സദേൺ ട്രക്കേഴ്സിൻ്റെ ഫാമിലി. ഈ ഫാമിലിയുള്ള എല്ലാ മെമ്പേഴ്സും കൂടെ ചേർന്ന് തന്നെയാണ് ഈ റൈഡ് കംപ്ലീറ്റ് ആക്കിയത്. അങ്ങനെ 48 പേരും അവിടെ സബ്മിറ്റ് ചെയ്തു. ഈ ട്രക്കിങ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് പരസ്പരം ആരെയും അറിയത്തില്ല. പക്ഷേ ഈ ട്രക്കിങ് തീർന്നപ്പോഴത്തേക്കും ഈ സദേൺ ട്രക്കേഴ്സിലെ എല്ലാ മെമ്പേഴ്സും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ വിജയം. ഇത് സ്പേസ് ബാറിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ആദ്യത്തെ വീഡിയോയാണ്. സൗണ്ടും വീഡിയോ ക്വാളിറ്റിയും എഡിറ്റിങ്ങും എല്ലാത്തിലും കുറേ പോരായ്മകളുണ്ടെന്നറിയാം. അടുത്ത വീഡിയോയിൽ ഇതെല്ലാം നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. തുടക്കത്തിൽ കാണിച്ചില്ലേ മാഡി, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അവനും ഞാനുമായിട്ട് തുടങ്ങിയ ഒരു ചെറിയൊരു സംരംഭം എന്നുള്ള രീതിയിൽ ഇത് കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ തുടർ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. അടുത്ത വീഡിയോ നമ്മൾ വരുന്നത് ഡാർജിലിംഗ്, സിക്കിം അങ്ങോട്ടുള്ളൊരു വീഡിയോ ആണ്. ഉടൻ തന്നെ അതിൻ്റെ അപ്ഡേറ്റുകളും വീഡിയോസും എല്ലാം വരുന്നതായിരിക്കും. ഇത്രയും നേരം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ആൻഡ് സൈനിങ് ഓഫ് വിത്ത് അബ്ദു ആൻഡ് മാഡി. വീഡിയോ പൂർണ്ണമായും കണ്ട എല്ലാവർക്കും നന്ദി. സൈൻ ഓഫ് മീ ആൻഡ് മാഡി.